ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 125. ഓം വിശ്വക്സേനായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 125. വിശ്വക്സേനഃ. വിശ്വക് എന്നതിന് എല്ലായിടത്തും എന്നർത്ഥം. എല്ലായിടത്തും വ്യാപിക്കുന്ന സേനയുള്ളവനായതുകൊണ്ട് ഭഗവാനെ വിശ്വക്സേന എന്ന് പറയുന്നു. ഭഗവാൻ യുദ്ധസന്നദ്ധനാകുമ്പോൾ ആസുരിക ശക്തികളെല്ലാം ഓടിയൊളിക്കുന്നു. മനുഷ്യരുടെ ഉള്ളിലും ആസുരിക ശക്തികളുണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹാദികളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ശക്തികളാണ്. എല്ലായിടത്തും പരന്നു വ്യാപിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ വന്നു ചേരുമ്പോൾ ഈ ആസുരിക ശക്തികളെല്ലാം ഓടിയൊളിക്കുന്നു. ഭഗവാന്റെ സേന സത്യധർമാദികളാണ്. ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തനെ കാമക്രോധാദികളായ ദൈത്യസേന ശല്യപ്പെടുത്തുകയില്ല. സത്യം, ധർമ്മം തുടങ്ങിയ സദ്ഗുണങ്ങൾ എല്ലായ്പ്പോഴും ഭക്തനോടൊപ്പം രക്ഷയ്ക്കായി നിലകൊള്ളുകയും ചെയ്യും. ഈ അർത്ഥം കൂടിയാണ് വിശ്വക്സേനഃ എന്ന നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ചൂട്, വെളിച്ചം, മഴ, കാറ്റ്, സൂര്യചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, നദി, പർവ്വതം, വനം, താഴ്വാരം, സസ്യങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയ പ്രകൃതിശക്തികളും പ്രപഞ്ച ഘടകങ്ങളുമാണ് ഭഗവാന്റെ സൈന്യമെന്നും അവയുടെ നായകനാകയാൽ ഭഗവാന് വിശ്വക്സേനൻ എന്ന നാമം അനുയോജ്യമെന്നും ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ഹരേ കൃഷ്ണ.